സ്നേഹമുള്ളവരെ, നമ്മുടെ ദൗത്യത്തിലെ വേറുകൂറുകൾ പാടില്ലെന്നുള്ളൊരു ചിന്തയാണ് എനിക്കുള്ളത്. നമുക്ക് 13 രൂപതകൾ കേരളത്തിലുണ്ട്. നമുക്ക് 18 രൂപതകൾ ഇന്ത്യക്കകത്തുണ്ട്. നമുക്ക് 4 രൂപതകൾ ഇന്ത്യക്ക് പുറത്തുണ്ട്. 35 രൂപതകൾ. പക്ഷേ നമ്മുടെ സഭയുടെ ഒരു വലിയ പരാജയം എന്ന് പറയുന്നത് പുതുക്കാട് കഴിഞ്ഞ് കുർമാലി പുഴ കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് പാകിസ്ഥാനിലോട്ടാണ്. ചാലക്കുടി കഴിഞ്ഞാൽ നമ്മൾ പ്രവേശിക്കുന്നത് ചൈനയിലേക്കാണ്. നമ്മൾ തമ്മിലുള്ള പരസ്പര കൂട്ടിപ്പിടുത്തം അത് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമുക്ക് സംഭവിക്കുന്നില്ല. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയും നമുക്ക് കുറെ കൂടെ സഭാത്മകത വളരണം. നമ്മുടെ കുടുംബാരൂപി വർദ്ധിക്കണം. നമ്മളൊരു കുടുംബമാണ്. ഒരു ഇടവകയ്ക്കുണ്ടാകുന്ന ഒരു പ്രശ്നം ആ ഇടവകയുടെ മാത്രം പ്രശ്നമല്ല. ഒരു രൂപതയ്ക്കുണ്ടാകുന്ന പ്രശ്നം ആ രൂപതയുടെ മാത്രം പ്രശ്നമല്ല. അതിലൊക്കെ ഞാനും നിങ്ങളും കൂട്ടുപങ്കാളികളാണ്. തട്ടിൽ പിതാവിൻ്റെ ദൗത്യം വിജയിച്ചാലേ എനിക്ക് ഉറപ്പാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ പാരമ്പര്യത്തിലെ മനോഹരമായിട്ടുള്ള ഒരു സൽക്കർമ്മമുണ്ട്. പിതാക്കന്മാരുടെ പേര് കുർബാനയിൽ പറയുന്നുണ്ട്. നമ്മുടെ കുർബാന അവസാനിക്കുന്നത് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ പറയും നിങ്ങളോട്, എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഏതെങ്കിലും ഒരു രൂപതയിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് ആ രൂപതയുടെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടെ എല്ലാം തന്നെ പൊതു പ്രശ്നമാണ്. അത് നമ്മുടെ എല്ലാം തന്നെ സ്വന്തം വീട്ടിലെ ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയാം. ഇവിടെ പരിശുദ്ധ അമ്മ നമുക്ക് മാതൃകയാണ്. വിവാഹവേളയിൽ വീഞ്ഞ് തീർന്നു പോയപ്പോഴേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു വിരുന്നുശാലയിലെ അതിഥികൾ ഉണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വിഭവങ്ങൾ തീർന്നു പോകുമ്പോൾ ആ കുടുംബം അനുഭവിക്കുന്ന ഒരു മാനക്കേടുണ്ട്, ഒരു അഭിമാന ക്ഷയമുണ്ട്. അവിടെ അമ്മ ഈശോയുടെ അടുക്ക ചെന്ന് പറഞ്ഞു, മകനെ അവർക്ക് വീഞ്ഞില്ല, മകനെ അവർക്ക് വീഞ്ഞില്ല. ആ അമ്മ നമുക്ക് വഴികാട്ടിയാണ്. അമ്മ പരിചാരകരോട് പറഞ്ഞു, ഈ പരിചാരകർ എന്ന വാക്ക് വളരെ അർത്ഥവത്താണ്. പരിചാരകരെ ഞാനും നിങ്ങളുമാണ്. കൽബർണികൾ വെള്ളം കോരി നിറയ്ക്കാനായിട്ട്, മുഖം കഴുകാനും പല്ലു കുത്തിയത് കഴുകാനും കയ്യും കാലും കഴുകാനും വെച്ച വെള്ളം അത് മാറ്റിയിട്ട് അത് കുടിവെള്ളമാക്കി. ആ കുടിവെള്ളം കർത്താവ് ആശീർവദിച്ചു. അത് വീഞ്ഞായി മാറി. നമ്മുടെ ആർഭാടങ്ങളും ആഘോഷങ്ങളും ഒക്കെ പരിധി വിടുമ്പോൾ ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഞാനും നിങ്ങളും മറന്നു പോകുന്ന ഒരു സത്യമുണ്ട്. കിടക്കാൻ കിടപ്പാടമില്ലാത്ത ധാരാളം പേരുണ്ട്. ഞാനും നിങ്ങളും മനസ്സിലാക്കണം, ഭക്ഷണം ബാക്കി വന്നിട്ട് ഇത് ആർക്ക് കൊടുത്തു തീർക്കണമെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമ്പോൾ പാവങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് പാവങ്ങളെ മുൻകരുതലോടുകൂടെ കണ്ടിട്ട് എൻ്റെ വീട്ടിലൊരു ആഘോഷത്തിന് അവർക്കും കൂടെ ഭക്ഷണം കൊടുക്കുന്ന ഒരു നിലപാട്. ഞാൻ കുറ്റിക്കിലച്ചൻ ഒരിക്കൽ എന്നോട് പറഞ്ഞൊരു കാര്യം ഓർക്കുകയാണ്. ഞാനൊരു വീട്ടുകാരെന്നോട് പറഞ്ഞു, ഭക്ഷണം ബാക്കിയുണ്ട്, എവിടെയെങ്കിലും കൊടുക്കണമെന്ന്. അന്ന് അച്ഛൻ നമ്മുടെ സ്നേഹാശ്രമത്തിൽ എവിടെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ട ഞാൻ അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഭക്ഷണം ബാക്കിയുണ്ട്. അച്ഛൻ എന്നോട് പറഞ്ഞു, എന്തേ? കല്യാണം കഴിഞ്ഞ് വീട്ടിലെയാണ്, ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബാക്കി വന്നതാണ്, അവർ കൊടുക്കാൻ ആളില്ലാണ്ടിരിക്കുന്നേ, കൊടുത്തയക്കട്ടെ. അച്ഛൻ പറഞ്ഞു, വേസ്റ്റ് തിന്നാൻ ഞാനിവിടെ പന്നികളെ വളർത്തുന്നില്ല. പ്രവാചക തുല്യം നമ്മുടെ ദൗത്യം, ശുശ്രൂഷ ദൗത്യം വളർത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. കേരള സഭ അതിന് മുന്നോട്ട് വന്നാലേ
ഭാരതത്തിലെ മിഷൻ രൂപതകളും ഭാരതത്തിന് പുറത്തുള്ള നമ്മുടെ പ്രവാസി രൂപതകൾക്കൊക്കെ ഒരുപാട് ദൈവാനുഗ്രഹമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം എൻ്റെ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്വമല്ല, നമ്മുടെ പൊതു ഉത്തരവാദിത്വം. അതിന് നേതൃത്വം നൽകാൻ ഞാൻ വേലക്കാരനാകുന്നു. നിങ്ങൾ എൻ്റെ പങ്കാളികളാകുന്നു. അത്തരത്തിൽ നമുക്ക് ഒന്നിച്ചു സാധിക്കട്ടെ. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന യാചിക്കുന്നു. നിങ്ങളുടെ വീടുകളിലെ കൊന്ത നമസ്കാരത്തിലും നിങ്ങൾ ആരാധനാലയങ്ങളിൽ നടത്തുന്ന അപേക്ഷകളിലും നമ്മുടെ പ്രാർത്ഥനാലയങ്ങളിൽ നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥനകളിലും സന്യാസാശ്രമങ്ങളിൽ നടത്തുന്ന എല്ലാ തപക്രിയകളിലൊക്കെ നമ്മുടെ സഭയുടെ കണ്ണുനീര് കോരാൻ നമുക്ക് കൽഭരണികൾ ഉണ്ടാകട്ടെ. അത് പുതുവീഞ്ഞാക്കി മാറ്റാൻ കർത്താവ് ഇടവരുത്തട്ടെ. എന്നോട് തൃശ്ശൂർ അതിരൂപത കാണിച്ച ഈ വലിയ സ്നേഹത്തിന്, എന്നോട് കാണിച്ച ഈ അടുപ്പത്തിന് ഒരുപാട് നന്ദിയുണ്ട്. വാക്കുകൾ കൊണ്ട് ഞാൻ നന്ദി പറയുമ്പോൾ ഞാൻ പറഞ്ഞത് പോരാ എന്ന് എൻ്റെ മനസ്സെന്നോട് പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് താങ്ക് യു വെരി മച്ച്.